സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സിനിമയെ പറ്റി പറയാലോ, സിനിമയെ പറ്റി ചർച്ച ചെയ്യാം. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസൾട്ടിലോട്ട് കിടക്കുമ്പോഴാണ് അതിനൊരു അതല്ലടാ ആളത്ര വെടിപ്പല്ല ചിലവശമാണ് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലോട്ട് പോകുന്നത്. ഒരു സംഭവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കച്ചവടം ഈ നാട്ടിൽ നടക്കൂല. വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ആ കോമക്കുറുപ്പ് കുത്തുപാള എടുക്കണം. എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേ ഗുരുവായൂരപ്പാ. ഇക്കനെ വിളിച്ചതടക്കം കൃത്യമായിട്ട് ഇക്ക അതൊരു വളരെ മോശം പ്രയോഗമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൽ ഡിഫെയിമിംഗ് ആണ്. കുഴപ്പം. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എന്നല്ല 2-3 വർഷമായി നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പരാതി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നോ നമ്മളെ തിരിച്ചു ഒന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പണിയും കഴിഞ്ഞാൽ അവര് പൊക്കോളും. കാരണം അങ്ങനെ അശ്വന്തിന്റെ ആരും വിളിച്ചിട്ടുണ്ട്, അശ്വന്ത് പരാതി കൊടുക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അപ്പൊ കൃത്യമായിട്ടുള്ള അതിനൊരു ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ രീതിയിൽ ഇവരെ ഞാനും കണ്ടിട്ടില്ല ഇത് എവിടെയും പറയുന്നതായിട്ട്. സംഗതി കൊള്ളാം, പക്ഷെ ഒന്ന് ഏറ്റ് കിട്ടണം. അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കാരണം അത് പറയേണ്ട സമയമായിരുന്നു തോന്നുന്നു എനിക്ക്. അല്ല, ഞാൻ പറയേണ്ട സമയത്തിന് എന്റെ മുന്നോട്ടുള്ള യാത്രയും ഞാൻ പരാതികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്തുകൊണ്ടാണ് ഞാൻ. അത് ശരി, അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? നിനക്കൊരു കാര്യം അറിയൂ? പറ. അന്നത്തെ സംഭവത്തിന് ശേഷം കാട്ടിക്കൂട്ടിയ കഴിവേറുതരത്തിന് കയ്യും കണക്കൂല. ആര് ഏത് സ്റ്റാൻഡേർഡ് ഏത് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും എന്ത് ചെയ്യുന്ന ആളാണ് ഒരു ഇൻസൾട്ട് ഇത്തരം ഇൻസൾട്ടുകൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവൻ എന്നെ പറ്റിയതാ, എന്നെ വിഷമിപ്പിക്കില്ലെന്ന് പറയാം അവനോട്. ആകെ പാടെയുള്ള ഒരു ചങ്ങാതിയാ. സിനിമ റിവ്യൂ ഇട്ടെ അതൊക്കെ നമുക്ക് മനസ്സിലാവും, അതിനെയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അശ്വതിന്റെ റിവ്യൂവിനെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ശരി പറയണ്ടേ. പക്ഷേ ഇങ്ങനത്തെ വ്യക്തിഹത്യ മോശമെന്നല്ല, അത് ലൈക്ക് അത് എന്താ പറയുക, ഒഫൻസ് ആണ്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ, ക്രിമിനൽ ഒഫൻസ് ആണ് ആക്ച്വലി. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. ഞാൻ അന്ന് എടുത്ത് പറഞ്ഞൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരും. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. അവർ ഇതിനേക്കാളും വലിയ ഇൻസൾട്ടും, കാരണം നിങ്ങളെ ഫോളോ ചെയ്തിട്ടേ വരുക. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം വേണം. റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. നാളെ ഈ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനേക്കാളും എക്സ്ട്രീം ലെവൽ ഓഫ് ഇൻസൾട്ടിലോട്ടും ഇതിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലോട്ട് കാര്യങ്ങൾ പോകും. അതിനിവിടെ പ്രസക്തിയില്ല സർ. അതിന് പ്രസക്തി ഉണ്ട് സർ, അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.